ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു കഴുതയുടെയും ഒരു കുതിരയുടെയും കഥ കേട്ടാലോ? പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു അലക്കുകാരൻ ഉണ്ടായിരുന്നു. അയാൾക്ക് ഒരു കഴുതയുണ്ടായിരുന്നു. കഴുതയ്ക്ക് എല്ലാ ദിവസവും ധാരാളം ജോലികളുണ്ടായിരുന്നു. എന്നും രാവിലെ തുണികൾ കഴുകുവാനായി പുഴയിലേക്ക് കൊണ്ടുപോകണം. കഴുകിയ തുണികൾ തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുവരണം. സാധനങ്ങൾ വാങ്ങുവാൻ അലക്കുകാരനെയും കൊണ്ട് ചന്തയിലേക്ക് പോകണം. അങ്ങനെ എല്ലാ ആവശ്യങ്ങൾക്കും അലക്കുകാരൻ കഴുതയെയാണ് ജോലിക്കായി ഉപയോഗിക്കാറ്. ദിവസവും ധാരാളം ജോലികൾ ചെയ്ത് കഴുത ക്ഷീണിച്ചു അവശനായി. അപ്പോൾ അലക്കുകാരന് മനസ്സിലായി, ദിവസവും ധാരാളം ജോലികൾ താൻ ചെയ്യിക്കുന്നതുകൊണ്ടാണ് കഴുതയ്ക്ക് വയ്യാണ്ടാവുന്നത്. അതിനാൽ തൽക്കാലം ചന്തയിൽ പോകാനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഒരു കുതിരയെ വാങ്ങാമെന്ന് അയാൾ തീരുമാനിച്ചു. ഒരു ദിവസം അലക്കുകാരൻ ചന്തയിലേക്ക് പോയപ്പോൾ വെളുത്ത സുന്ദരനായ ഒരു കുതിരയെ കണ്ടു. അവനെ അയാൾക്ക് ഭയങ്കര ഇഷ്ടമായി. അയാൾ ആ കുതിരയെ വാങ്ങിച്ചു വീട്ടിലേക്ക് കൊണ്ടുവന്നു. അലക്കാരന്റെ വീട്ടിലെ എല്ലാവർക്കും അവനെ ഭയങ്കര ഇഷ്ടമായി. അവരവനെ നല്ലവണ്ണം പരിപാലിച്ചു. പുറത്തു പോകാനും ചന്തയിൽ സാധനങ്ങൾ വാങ്ങാൻ പോകാനും മാത്രമേ അവനെ കൊണ്ടുപോകാറുള്ളൂ. അലക്കുവാനുള്ള തുണി കൊണ്ടുപോകുന്ന ജോലി മാത്രമേ അവർ കഴുതയെക്കൊണ്ട് ചെയ്യിപ്പിച്ചുള്ളൂ. കഴുതയെയും കുതിരയെയും ഒരു സ്ഥലത്താണ് അലക്കുകാരൻ കെട്ടുന്നത്. തന്നെ നല്ല രീതിയിൽ പരിപാലിക്കുന്ന കാരണം കുതിരയ്ക്ക് കുറച്ച് അഹങ്കാരമായി. ഒരു ദിവസം കുതിര കഴുതയോട് പറഞ്ഞു, "എനിക്ക് നമ്മുടെ മുതലാളി നല്ല ജോലികൾ മാത്രമാണ് തരുന്നത്. നിനക്ക് തുണി കൊണ്ടുപോകുന്ന പോലെയുള്ള ഭാരമുള്ള ജോലികളാണ് നിന്നെക്കൊണ്ട് ചെയ്യിക്കുന്നത്." അപ്പോൾ കഴുത പറഞ്ഞു, "അത് സാരമില്ല കൂട്ടുകാരാ. നീ വന്നതിന് ശേഷം എന്റെ പകുതി ജോലികൾ കുറഞ്ഞു. എനിക്കിപ്പോൾ നല്ല സുഖമാണ്." അപ്പോൾ കുതിര പറഞ്ഞു, "നീ മറമണ്ടനാണ്. അത് കാരണമാണ് നിന്റെ പുറത്ത് തുണികളെല്ലാം വച്ചുകെട്ടി നിന്നെക്കൊണ്ട് ഭാരമുള്ള ജോലികളെല്ലാം ചെയ്യിക്കുന്നത്." അത് സാരമില്ല. എനിക്ക് ഈ ജോലികളെല്ലാം ചെയ്ത് ഇപ്പോൾ ശീലമായി. എനിക്ക് എന്റെ മുതലാളിയെ ഭയങ്കര ഇഷ്ടാണ്. മുതലാളിക്കും എന്നെ ഇഷ്ടാണ്," കഴുത പറഞ്ഞു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ കഴുതയ്ക്ക് തീരെ സുഖമില്ലാണ്ടായി. കുറച്ചു ദിവസം വിശ്രമിച്ചാൽ അസുഖം ഭേദമാവുമെന്ന് മനസ്സിലാക്കിയ അലക്കുകാരൻ അലക്കുവാനുള്ള തുണികൾ തൽക്കാലം കുതിരയുടെ പുറത്തു വെച്ചുകൊണ്ടു പോകുവാൻ തീരുമാനിച്ചു. അങ്ങനെ തുണികൾ കൊണ്ടുപോകാനും ചന്തയിൽ പോകാനും മറ്റെല്ലാ ജോലികൾക്കുമായി അലക്കുകാരൻ കുതിരയെ ഉപയോഗിച്ചു. ഇത്രയധികം ജോലികൾ ചെയ്ത് തളർന്നപ്പോൾ കുതിരയ്ക്ക് മനസ്സിലായി, കഴുത എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഈ എല്ലാ ജോലികളും തനിയെ ചെയ്തിരുന്നത്. താൻ കഴുതയെ കളിയാക്കിയത് തെറ്റാണെന്ന് അപ്പോൾ കുതിരയ്ക്ക് മനസ്സിലായി. അന്ന് ജോലി കഴിഞ്ഞെത്തിയ കുതിര കഴുതയോട് പറഞ്ഞു, "ക്ഷമിക്കണം കൂട്ടുകാരാ, ഞാൻ നിന്നെ മനസ്സിലാക്കാതെയാണ് ഇത്രയും നാൾ കളിയാക്കിയത്. എന്നോട് ക്ഷമിക്കണം. എനിക്കിപ്പോഴാണ് നിന്റെ ജോലികൾ എത്രമാത്രം ഭാരമുള്ളതാണെന്ന് മനസ്സിലായത്. ഇനി മുതൽ ഞാൻ നിന്നെ കളിയാക്കും. നമ്മളിനി എന്നും കൂട്ടുകാരായിരിക്കും." അപ്പോ കഴുത പറഞ്ഞു, "സാരമില്ല സുഹൃത്തേ, അതൊന്നും. എന്റെ അസുഖം ഭേദമായാൽ ഞാൻ വരും. പിന്നെ നിനക്ക് ഇത്രയും ജോലികൾ ചെയ്യേണ്ട. നമുക്ക് നമ്മുടെ ജോലികളൊക്കെ ചെയ്ത് സുഖമായി സന്തോഷമായി ഇവിടെ ജീവിക്കാം." അങ്ങനെ അന്നുമുതൽ ആ കഴുതയും കുതിരയും നല്ല ചങ്ങാതിമാരായി. അവർ പിന്നീട് സുഖമായി സന്തോഷമായി ജോലികളൊക്കെ ചെയ്ത് അവിടെ ജീവിച്ചു. അപ്പോ എങ്ങനെയുണ്ട് കൂട്ടുകാരെ, ഈ കുഞ്ഞുകഥ എല്ലാവർക്കും ഇഷ്ടമായോ? മറ്റൊരു നല്ല കഥയുമായി വീണ്ടും വരാം. പിന്നെ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ബൈ ബൈ.